ശ്രീ എച്ച്മിക്കുട്ടി, ഈ സാഹചര്യം ഒന്ന് നോക്കൂ. ഇവിടെ പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് പുറത്തു പറയാൻ മടിച്ചു എന്ന് വരുന്നു. അപ്പോൾ തന്നെ CBIയുടെ ഈ കുറ്റപത്രത്തിൽ അവർ പ്രതി ചേർത്തു എന്നത് ഒരു അന്തിമ വിധിയായി, അല്ലെങ്കിൽ അത് അവരെ കുറ്റക്കാരാക്കാനുള്ള ഒരു കാര്യമായി കാണേണ്ടതില്ല എന്നതാണ് ഉദാഹരണങ്ങൾ സഹിതം റിട്ടയർഡ് SP ചൂണ്ടിക്കാട്ടുന്നത്. ലക്ഷ്മിക്കുട്ടി, കേൾക്കാമോ? കേൾക്കാം, പറയൂ. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, ചോദ്യം വന്നില്ല. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് എത്താൻ വൈകിയതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പലരും ഇങ്ങനെ ഒരു സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് തുറന്നു പറയാൻ മടിച്ചതാണ്. നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണമായാലും സ്ത്രീകളുടെ അവകാശ പോരാട്ടമായാലും ഒക്കെ ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ഒരു 2 കുട്ടികൾക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് അമ്മയിലേക്ക് തിരിഞ്ഞാൽ ആ കുട്ടികൾക്ക് നീതി കിട്ടുക എന്ന ലക്ഷ്യത്തിൽ അത് തിരിച്ചടിയാകും എന്ന് കണ്ട് അതിനെ ശ്രദ്ധിക്കാതെ പോയവരുണ്ട്, അല്ലെങ്കിൽ അതിന് വില കൽപ്പിക്കാതെ പോയവരുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ ഇവിടെ CBIയുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്നത് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സക്കറിയ ജോർജും കാണിച്ചു തരികയായിരുന്നു. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? കുറ്റക്കാരാണ് എങ്കിൽ ആ അമ്മ അവർ കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ? അത് വെച്ച് വീണ്ടുമുള്ള മുതലെടുപ്പ് അവർ നടത്തുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതല്ലേ? അമ്മ കുറ്റക്കാരിയാണെന്ന് പൂർണ്ണമായിട്ടും തെളിയണം. അത് തെളിയാതെ CBI അങ്ങനെ ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കുറ്റപത്രം അങ്ങനെ സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. പക്ഷെ അമ്മ പൂർണ്ണമായിട്ടും കുറ്റക്കാരിയാണ് എന്ന് തെളിയണം. ഇതില് ഇത്രയും എല്ലാവരും സംസാരിച്ചത് കേട്ടുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഒരു സാധാരണ പൗര എന്ന നിലയ്ക്കും എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കേസിനോടും വേണ്ടത്ര നീതി പുലർത്തുന്നില്ല. അത് ഒരു സാധാരണ പൗരയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ കുട്ടികൾക്ക് നീതി നീതി എന്ന് നമ്മൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് ഇനി ഒരിക്കലും നീതി കിട്ടുകയില്ല. കാരണം അവർക്ക് നീതി കിട്ടണമായിരുന്നെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ കുറ്റങ്ങളിൽ നിന്ന് കുറ്റങ്ങൾ അവർക്ക്, അതായത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരാതെയുള്ള ഒരു ജീവിതം, ഒരു സാധാരണ ജീവിതം ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ നിയമത്തിനും, എല്ലാ ആക്ടിവിസ്റ്റുകൾക്കും എല്ലാവരും ചേർന്ന് അത് ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ തയ്യാറുമല്ല. അപ്പോ അവർക്ക് നീതി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഇനിയിപ്പോ ഉള്ളത് കുറ്റം ചെയ്ത ആളുകളെ ശരിയായി കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ നൽകുക എന്നുള്ളതാണ്. ആ ശിക്ഷ നൽകുന്നതിലേക്കാണ് ഒരു സാധാരണക്കാരിയായ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ആ ശിക്ഷ, ശരിയായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്നും ശരിയായ കുറ്റവാളികൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ നൽകാൻ സാധിക്കട്ടെ എന്നും മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അമ്മയാണോ കുറ്റം ചെയ്തത്, രണ്ടാനച്ഛനാണോ കുറ്റം ചെയ്തത്, അവര് സഹായിച്ചോ, ഇത്രയും പുകമറയുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഈ കേസിൽ. ഈ കേസ് വളരെ ക്ലിയർ ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കേസാണ്. അതിനാണല്ലോ പോലീസുകാരുള്ളത്. അത് CBI ആയാലും കേരള പോലീസ് ആയാലും കേന്ദ്ര പോലീസ് ആയാലും പോലീസുകാർ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ പൂർണ്ണമായി ചെയ്തിട്ടില്ല. ആ കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും അവർക്ക് പൂർണ്ണമായ ശിക്ഷ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അത് കുറ്റവാളി ആര് തന്നെ ആയാലും. ശ്രീ കുസുമം